താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ പ്രതികളെ പിടികൂടാത്തതിൽ CBI സംഘത്തെ അതൃപ്തി അറിയിച്ച് മരിച്ച താമിർ ജഫ്രിയുടെ കുടുംബം. കേസിൽ കാലതാമസം വരുന്നുവെന്നും കുടുംബം പരാതി അറിയിച്ചിട്ടുണ്ട്. ഉചിതമായ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന് CBI സംഘം കുടുംബത്തിന് ഉറപ്പു നൽകി. മലപ്പുറത്തെത്തിയ സംഘം താമിർ ജഫ്രിയുടെ മാതാവിന്റെയും മൊഴിയെടുത്തു. ഫോറൻസിക് സർജനിൽ നിന്നും CBI സംഘം മൊഴിയെടുക്കും. അഷ്കർ അലി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, CBIയുടെ അന്വേഷണം മെല്ലെ പോകുന്നുവെന്നാണോ കുടുംബത്തിന്റെ പരാതി? അരുൺ, കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 1 താമിർ ജഫ്രി താനൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെടുന്നത്. തുടർന്ന് റിപ്പോർട്ടടക്കമുള്ള വാർത്തകളുടെ ഇടപെടലിന് പിന്നാലെ തന്നെ സെപ്റ്റംബർ 15 CBI സംഘം കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. 19 മലപ്പുറത്തെത്തി CBI സംഘം ഔദ്യോഗികമായി തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ 5 മാസം പിന്നിടുമ്പോഴും ഇതുവരെ ഈ പ്രതികളെ പിടികൂടുന്നതിലോ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ CBI സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ ആശങ്കയും അതൃപ്തിയുമാണ് ഇന്നലെ കുടുംബം ഈ CBI സംഘത്തെ നേരിട്ട് അറിയിച്ചത്. കാരണം ഇന്നലെ താമിർ ജഫ്രിയുടെ മാതാവിൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി DYSP കുമാർ ഉണക്കൻ്റെ നേതൃത്വത്തിലുള്ള CBI സംഘം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തി മൊഴിയെടുക്കൽ പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കുടുംബം ഇങ്ങനെ ആശങ്ക അറിയിച്ചത്. പക്ഷേ വൈകാതെ തന്നെ ഉചിതമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ കുടുംബത്തിന് ഈ CBI സംഘം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖാപരമായ പ്രവൃത്തികൾ അത് പൂർത്തിയാക്കുകയാണ് CBI ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു CBIയുടെ ലക്ഷ്യം. അതടക്കം പൂർത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉചിതമായ നടപടികൾ അഥവാ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് CBI സംഘം കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. എന്തായാലും CBI സംഘം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി ഈ താമിർ ജഫ്രിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് വഴിതെളിച്ച ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ മൊഴി ഇന്ന് CBI സംഘം എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് 11 മണിയോടെ തന്നെ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുകയും ചെയ്യും. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയായിരുന്നു. താമിർ ജഫ്രിയുടെ മരണത്തിലേക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മർദ്ദനം നയിച്ചു എന്ന് കൃത്യമായ പോസ്റ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പിന്നീട് പുറത്തു വന്ന അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ തെളിവുകളുടെ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഈ കേസിൽ വലിയ നിർണായകമായ തെളിവുകളായി മാറുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഫോറൻസിക് സർജൻ്റെ മൊഴിയെടുക്കാൻ ഇന്ന് CBI മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തുന്നത്. ഇതോടുകൂടി തന്നെ ഏകദേശം ഈ കേസിൽ നിർണായകമായിട്ടുള്ള എല്ലാ മൊഴിയെടുക്കലുകളും ഏകദേശം പോലീസിൻ്റെ CBIയുടെ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ താമിർ ജഫ്രിയുടെ ഒപ്പം ഉണ്ടായിരുന്ന അവസാന നിമിഷം വരെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും പോലീസ് മർദ്ദനത്തിന് സാക്ഷികളായി ഉണ്ടായിരുന്ന താമിർ ജഫ്രിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയും CBI എടുത്തിരുന്നു. എറണാകുളം CBI കോടതിയിൽ എത്തിച്ചായിരുന്നു ഇവരെ മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയിരുന്നത്. 164 അടക്കമുള്ള രഹസ്യ മൊഴികളും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കൽ, ഫോറൻസിക് വിദഗ്ധരുടെ തെളിവുകൾ ശേഖരിക്കലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ, താങ്ക് യു അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. താനൂർ കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CBI അന്വേഷണത്തിൽ ഇപ്പോൾ താമിർ ജഫ്രിയുടെ കുടുംബം ഒരു അതൃപ്തി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അധികം വൈകാതെ കാര്യങ്ങളൊക്കെ പുറത്തുവരും എന്നാണ് CBI അന്വേഷണ ഉദ്യോഗസ്ഥർ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്.